താനൂരിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിനായി താനൂർ പോലീസ് മുംബൈയിൽ കുട്ടികൾ എത്തിയ സലൂണിലടക്കം തെളിവെടുപ്പ് നടത്തുകയാണ്. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥ്, നിർണായകമായ വിവരങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ തെളിവെടുപ്പ് ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? അന്വേഷണത്തിൻ്റെ നടപടിക്രമം എന്നുള്ള ഭാഗത്തിലാണ് ഇപ്പോൾ പോലീസ് ഈ താനൂരിൽ നിന്ന് വന്ന പെൺകുട്ടികൾ സഞ്ചരിച്ച വഴികളിലൂടെ ഇപ്പോൾ ഇങ്ങനെ പോകുന്നത്. രാവിലെ അവർ ഈ പൻവേൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ട്രെയിൻ മാർഗം മുംബൈ CST റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ നിന്ന് പെൺകുട്ടികൾ വഴി ചോദിച്ച കടയിലും അല്പസമയം പോയിരുന്നു. ഇപ്പോഴേതായാലും ഈ സലൂണിലേക്ക്, നമുക്ക് നിർണായകമായ ദൃശ്യങ്ങൾ കിട്ടിയ സലൂണിലേക്ക് അവർ എത്തി. സലൂൺ ഉടമ ലൂസി ഇപ്പോൾ കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ച് നൽകുകയാണ്. അവർ കണ്ട കാര്യങ്ങൾ, അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പോലീസിന് ഈ കാര്യങ്ങളിലൊക്കെയുള്ള സംശയങ്ങളൊക്കെ തന്നെ ദൂരീകരിക്കുക ഇതിൽ പ്രധാനമാണ്. അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഇവിടെ ഏറെ സമയം ഈ മൊഴിയെടുപ്പ്, ഈ ചോദ്യം ചെയ്യലൊക്കെ തന്നെ ഇങ്ങനെ നടക്കുന്നത്. നമുക്കറിയാം, ഇടക്കാലത്ത് ഈ പെൺകുട്ടികളെ കണ്ടെത്തിയതിന് ശേഷവും ഈ സലൂണിനെതിരെ പോലും ചില ആരോപണങ്ങൾ ഉയർന്നതാണ്. സന്ദീപ് വാര്യരുടെ അടക്കമുള്ള ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സലൂണിൻ്റെ പങ്ക് അന്വേഷിക്കണം എന്നതൊക്കെ ആവശ്യപ്പെട്ടതാണ്. ഈ ആരോപണങ്ങളൊക്കെ തന്നെ തള്ളിക്കൊണ്ട് അവർ പിന്നീട് 24ലൂടെ തന്നെ ഈ ആരോപണങ്ങളൊക്കെ ഈ ലൂസി തള്ളുകയും ചെയ്തതാണ്. പക്ഷേ ഇതിലൊക്കെ പോലീസിന് കാര്യങ്ങൾ നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിൽ സംശയ നിവാരണം നടത്തേണ്ടതുണ്ട്. ഒരു സംശയങ്ങൾക്കും ഈ കേസ് അവസാനിക്കുന്ന ഘട്ടത്തിൽ എവിടെയും ഒരു സംശയവും ബാക്കി നിൽക്കാൻ പാടില്ല. അതുകൂടി മുന്നിൽ കണ്ടാണ് ആ തരത്തിലുള്ള സംശയങ്ങൾ കൂടി പോലീസ് ഇപ്പോൾ ദൂരീകരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ സമയമാകുന്നു ഇപ്പോൾ പോലീസ് അകത്ത് കയറിയിട്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ സലൂണിൽ നിന്ന് പിന്നീട് പെൺകുട്ടികൾ പോയ വഴികളിലേക്കൊക്കെ ആയിരിക്കും പോലീസ് എത്തിച്ചേരുക. ഇവിടെ മൊബൈൽ ഫോൺ വാങ്ങിയ കടയുണ്ട്, അവിടെ പോകേണ്ടതുണ്ട്. പിന്നീട് രാത്രി വരെ എവിടെയാണോ പെൺകുട്ടികൾ തങ്ങിയത് അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങളടക്കം തെളിവുകളായി കിട്ടേണ്ടതുണ്ട്. അതിനുള്ള ശ്രമവും പോലീസ് ഏതായാലും നടത്തുന്നുണ്ട്. CCTV, ഈ സലൂണിലെ CCTV അടക്കം അന്ന് തന്നെ പോലീസിന് കിട്ടിയതാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിഷ്വൽസോ പുതിയ കാര്യങ്ങൾ കിട്ടുമോ എന്ന് പോലീസ് നോക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുംബൈയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശിക സഹായം ഈ കുട്ടികൾക്കോ അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം വന്ന റഹീം അസ്ലമിന് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ മുംബൈയിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇപ്പോൾ പോലീസിൻ്റെ ശ്രമം. ഇവിടെ അന്ന് പെൺകുട്ടികളുടെ മുടി വെട്ടിക്കൊടുത്ത, ട്രീറ്റ്മെൻറ്റ് നടത്തിയ ജീവനക്കാരുടെ അടക്കം മൊഴി ഇപ്പോൾ പോലീസ് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോലീസ് പുറത്തേക്ക് വരും. മറ്റിടങ്ങളിൽ കൂടി ഈ പരിശോധന നടക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ ശ്രീനാഥ് പറഞ്ഞതുപോലെ തന്നെയാണ്, എവിടെയും ഒരു പഴുതും ബാക്കി വെക്കാതെ തന്നെ കൃത്യമായ അന്വേഷണം നടക്കണം. അത് തീരുമ്പോഴേക്കും എവിടെയും ഒന്നും അവശേഷിപ്പിക്കരുത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഒരുപാട് സന്ദേശങ്ങൾ ആകാൻ പാടില്ല. അത് തന്നെ, അതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ആ ബ്യൂട്ടി പാർലർ ഉടമയ്ക്കെതിരെയൊക്കെ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് അവർ തന്നെ അതിൽ വിശദീകരണവുമായി രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടാകുമ്പോൾ അത് നല്ലത് തന്നെയാണ്.